ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ മൊത്തത്തിലൊരു പുകപടലാണ് കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം റൂം പിടിക്കാൻ. നാഗാലാൻഡിലെത്തി ഗൈസ്. നമ്മള് ഇന്ന് ഉച്ചക്ക് 2:30 ട്രെയിനിന് ഗുവാഹട്ടിന്ന് കയറി. എന്നിട്ട് ഇപ്പൊ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നാഗാലാൻഡ് ദിമാപൂർ എത്തി. ദിമാപൂരിൽ ഉള്ള ഒരു ഹോട്ടലാണ്. 500 റുപ്പീസിന് നമുക്ക് റൂം കിട്ടും. 700 ഒക്കെ പറയും, പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 500 ആക്കി. അപ്പോൾ ബാക്കിയുള്ളവർ വരുന്നവർക്ക് നിൽക്കാനും അങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്ന അങ്ങനെ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഞാൻ ഇതിന്റെ ലൊക്കേഷൻ കാണിച്ചു തരാം. ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ, ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ റൈനോ ഹോട്ടൽ. ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 150 മീറ്റർ നടക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് റൂം. 500 നമുക്ക് കിട്ടിയ റൂം ഇതാണ്. പക്ഷെ കുറച്ച് കൊതുകുണ്ട്. അത് വിൻഡോ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അപ്പം തന്നെ ഈ ആള് അഗർബത്തിയെല്ലാം തന്ന് ഈ പാർട്ട് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് റൂം. ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇവൻ നമുക്ക് ഹോട്ടലിൽ കാണിച്ചു തന്നു. ഓക്കെ ഷുവർ, വെൽക്കം, സീ യു ദേർ. നല്ലൊരു ചെക്ക് കേട്ടോ. ഇവൻ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലൊക്കെ കാണിച്ചു തന്ന് ഇവിടുന്ന് കഴിച്ചു വന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന്, ഇന്ന് സൺഡേ ആണ്, ഇന്നിവിടെ മാർക്കറ്റ് ഒന്നുമില്ല. നോർത്ത് ഈസ്റ്റ് ലെവലിൽ എല്ലായിടത്തും ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ദിമാപൂരിൽ നിന്ന് കോഹിമയിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇവിടുന്ന് ബസ്സുണ്ട്. തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടുന്ന് നേരെ കോഹിമ. ദിമാപൂർ നിങ്ങൾ സൺഡേ ആണ് എത്തുന്നതെങ്കിൽ ഈ ബസ്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂല കോഹിമയിലേക്ക്. കാരണം ബസ് സൺഡേ സർവീസ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുന്നതിൻ്റെ ഇതാണ് ഗേറ്റ്. ആ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ബൂത്ത് കാണാം. ഷെയർ ടാക്സീൻ്റെ 330 രൂപയാണ്. പക്ഷേ അത് കുറച്ച് കൂടുതലാണ് ഷെയർ ടാക്സി. പക്ഷേ ഇത് ഇവരെ ഫിക്സഡ് റേറ്റ് ആണ്. ബസ്സാണെങ്കിൽ ചെറിയ പൈസയാവും. ബസ്സാണെങ്കിൽ 100 എത്രയാണെന്നറിയില്ല, 100 150 അങ്ങനെ എന്തോ ആവും തോന്നുന്നു. കോഹിമയിലേക്ക് ഈ ഷെയർ ടാക്സി കിട്ടി. കോഹിമയിലേക്ക് കിട്ടിയ ഷെയർ ടാക്സിയിൽ നമ്മൾ 2 പേരായിട്ടേ ഉള്ളൂ. ഇനി ഒരു 5-6 ആൾക്കാർ കൂടി ആയാൽ പോവും. ബസ്സിന് 160 150 ആ ഒരു പ്രൈസാണ്. പിന്നെ ഇവിടുന്ന് 330 രൂപ കൊടുത്താൽ കോഹിമേൻ്റെ ഒരു 6 കിലോമീറ്റർ പിന്നിൽ ഇവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് പിന്നെ വേറെ വണ്ടി കൂട്ടിയിട്ട് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കോഹിമ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ട്രാവലിൻ്റെ ഒരു ഹാഫ് വേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നിർത്തി. ദിമാപൂരിൽ നിന്ന് കോഹിമയിലേക്ക് പോകുന്ന റൂട്ട്. ടോട്ടൽ 70 കിലോമീറ്റേഴ്സ് എന്തോ ആണുള്ളത്. പിന്നെ ഈ ടീഷർട്ട് പരിചയപ്പെടുത്താൻ മറന്നു. ഇത് കണ്ടോ, എൻ്റെ യൂസർ നെയിമിൻ്റെ പേരൊക്കെ ഉണ്ട്, വാഗബോണ്ട്. ഇത് ഹാബിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് അയച്ചു തന്നതാണ്. നല്ല ടീഷർട്ട്, എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ ബാക്കിലൊരു പ്രിൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് ഇവരുടെ ലോഗൊക്കെ വരുന്നുണ്ട്. കോഹിമയിലെത്തി. കോഹിമയിൽ നിന്ന് ഇതാ ഒരു വാക്കിനിറങ്ങിയതാണ്. അടിപൊളി തണുപ്പാണ് കേട്ടോ അവിടെ. മിസോറാമിലേക്കാളും കൂടുതൽ തണുപ്പുണ്ട്. ഒരു ചെറിയ അടിപൊളി സിറ്റി. പിന്നെ ഇപ്പം നാളെ രാവിലെ എണീറ്റ് പോവും വില്ലേജിലേക്ക്. ഈ ഹോൺബിൽ നടക്കുന്ന വില്ലേജ് ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 5 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ, 5-6 കിലോമീറ്റർ, കൃത്യമായിട്ട് അറിയില്ല. നമുക്കിവിടെ ഒരു വീട്ടിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത കുട്ടി വന്നിട്ടായത് നാഗാലാൻഡിൽ കോഹിമ. आपका नाम क्या है? सिद्दीक. ഓ ഇപ്പൊ ഇവിടെ ഫുഡ് എത്തും. सिद्दीक, आपका स्माइल बहुत सुंदर है. वालेकुम अस्सलाम. നല്ല ബീഫ് കറി ഉണ്ട്. ബീഫ് കറി എത്തി. ബീഫ് കറിയും ചപ്പാത്തിയും രാവിലെ തന്നെ. കയ്യൊക്കെ ഇവിടെ സെറ്റപ്പ് ഉണ്ട്. ഇത് മുമ്പരുടെ വേറെ മോനാട്ടാ. ഓ, ഇവിടെ പപ്പടം ഉണ്ട്, ബീഫുണ്ട്. പിന്നെതാ ഇത് മീനാണ്. പിന്നെ ആലുവിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇതാണ് നമ്മളാള്. രാവിലെ തന്നെ വളരെ
സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടി ഗൈസ്. സമയം 7:30. രണ്ട് മലയാളീസിനെ കിട്ടി. ഷെറിക്കാണ് ഷെറി. ആർമിക്കാരുടെ റാലിയാണ് കേട്ടോ. കേരളത്തിൽ നിന്നുള്ള ഫുൾ ബാച്ചാണ് കേട്ടോ. ഏതോ ടീമിൻ്റെതാണ്, പക്ഷെ ആരാന്നൊന്നും അറിയില്ല എന്താ അവസ്ഥ ഒന്നും. വേറെ കുറേ ആൾക്കാരുണ്ട്. ഇതാണ് എൻട്രി ഗേറ്റ്. നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ എന്താ സ്പേസ് കിട്ടുമോ എന്നുള്ളത് ഇയാളോട് ചോദിച്ചിട്ടുണ്ട്. നാഗ ഹെറിറ്റേജ് വില്ലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. മലയാളീസാണ് ഇവിടെ. ഇന്ന് കുറച്ച് മേലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നോക്കട്ടെ, പോയി നോക്കട്ടെ. വണ്ടി ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച കാർ ഡിസ്പ്ലേ സെൻ്ററാണ്. ഇതിപ്പോൾ കിസാമ വില്ലേജിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ മേഘാലയയിലുള്ളതിനേക്കാളും ചെറി ബ്ലസം ഫ്ലവേഴ്സ് കാണുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ഇപ്പം നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. വൈകുന്നേരം 4 മണിക്കാണ് ഇനോഗ്രേഷൻ. ഇവിടെ ഫെസ്റ്റിവലിൻ്റെ 12 മണിക്ക് മുമ്പേ കയറിയാൽ ടിക്കറ്റ് എടുക്കണ്ട. 12 മണിക്ക് ശേഷമാണ് കയറുന്നതെങ്കിൽ 12 മണിക്ക് ശേഷമാണ് കയറുന്നതെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ഇത് ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ നാഗാമീസ് ആക്സസറീസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉള്ള കോയിനാണ് കേട്ടോ ഇത്. ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രിൻസസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതുപോലത്തെ കോയിനുകളും എല്ലാം ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് കേട്ടോ. ഫുൾ മലയാളീസ്. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജ്. ഇവിടെ 4 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ഫില്ലായിട്ടില്ല, എന്നാലും ഫസ്റ്റ് ഡേ ആണല്ലോ. ഇവിടെ ട്രൈബ്സിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത്രയും വലിയ സ്റ്റേജാണ്. നമ്മള് അതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പോവാണ് ഗൈസ്. എല്ലായിടത്തും ട്രൈബ്സ് ആണ് കേട്ടോ. ഇവിടെ ഈ ക്രൗഡിന്റെ കൂടെ ആൾക്കാർ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെ ട്രഡീഷണൽ ഡാൻസ് ആണ്. അപ്പൊ സിൽക്കോമാണ്. സിൽക്കോം കഴിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം. കൈക്ക് ഈ അമ്മൂമ്മനെ കണ്ട ടീമേ. എന്ത് ക്യൂട്ടാ നോക്ക് മൂപ്പര്. അടിപൊളി അല്ലേ? ഇവിടെ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത്. ഒരു വിൻറ്റേജ് ഓൾഡ്. ഇവിടെ എല്ലായിടത്തും ചെറി ബ്ലസ് നല്ല രീതിക്കുണ്ട്. പരിപാടി ഏകദേശം തുടങ്ങാനായി. 3:30 ആയി. 4 മണിക്കാണ്. സ്ഥലം കണ്ടില്ലേ? ഭയങ്കര
ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. നമ്മളെ വെച്ചാനാണ്. യെസ്, എന്തായാലും ഈ ചെറിയ പ്ലസും മേഘാലയ ഉള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. Is the Honorable Governor of Nagaland and Manipur. And our host this evening is the Honorable Minister of Tourism and Higher Education. നമ്മളെ മച്ചാന്മാരാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. റൂം സെറ്റ് ചെയ്യാം. മൂപ്പര് സിൽക്ക് ഹോം ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഓ അയ്യോ, അത് ചത്തുപോയി. ചാവാത്തത് ഇവിടെ ഉണ്ട്. കണ്ടാ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും സാധനം. ഓപ്പൺ കരോ. ഓ ക്രേസി ട്രാവലേഴ്സ് മാൻ. മൂപ്പരുടെ 7ാമത്തെ ഹോൺബിലാണിത്. മൂപ്പര് UK കാരനാണ്. മൂപ്പരുടെ വൈഫാണ്. മല്ലൂസ് മലയാളീസ്. ഇതാ പട്ടിയുണ്ട്, തവളുണ്ട്. ഇന്ന് ലുഡോ കളിയാണ് പരിപാടി. പിന്നെ ഇപ്പുറത്ത് പുഴയുണ്ട്. പുഴു ദിമാപൂർ മാർക്കറ്റാണ്. അപ്പം നാഗാലാൻഡിൽ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പം തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടി ട്രെയിനിലാണ്. കുറച്ച് ക്ലിപ്പ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ 4 ദിവസം ഉണ്ടായിരുന്നു ഹോൺബിൽ ഫെസ്റ്റിവലിന്. അപ്പോൾ എല്ലാം കൂടി ഞാനൊരു വ്ളോഗ് ഒറ്റൊരു വീഡിയോ മാത്രം ആക്കിയിട്ട് ചെയ്യുക, സീരീസ് പോലെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് 4 ദിവസം ഹോൺബിലുള്ള സ്ഥലത്ത് തന്നെ ആയിരുന്നു. എല്ലാ ദിവസവും ഒരേ പരിപാടിയാണ്. പക്ഷേ അവിടുത്തെ ക്രൗഡും വൈബും ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ച് ദിവസം അവിടെ സ്റ്റക്കായി പോയി. പിന്നെ ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ എന്തായാലും എല്ലാ ഹോൺബിലും അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അടുത്ത വർഷം മുതൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോൺബിൽ. അപ്പോൾ 2 ദിവസവും 10 മണിക്കൂറുമാണ് ദിമാപൂർ ടു ബാംഗ്ലൂർ ട്രെയിനിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടിട്ട് ഇപ്പം നിങ്ങൾ കണ്ട ക്ലിപ്സിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ട്രിപ്പിൽ അടുത്ത വ്ളോഗ് എന്തായാലും സീരിയസ് ആയിട്ടുണ്ടാവും. ഓക്കെ.